ബാധാദോഷം മാറാനായിട്ട് നമുക്ക് ജപിക്കാവുന്നത്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ബാധ ബാധിച്ച പോലെയൊക്കെ ചില പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാധാദോഷം മാറാനായിട്ട് അവരെ മടിയിലിരുത്തിയിട്ട് അവരുടെ തലയിൽ കൈ വെച്ചുകൊണ്ട് നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രം എന്ന് പറയുമ്പോൾ ഘോരമായിട്ടുള്ള ആപത്തുകളോ എന്തെങ്കിലും കുടുംബത്തിലെ ദോഷങ്ങളോ ഉചിതങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം നമുക്ക് ജപിക്കാം. അത് 108 ഉരുവാണ് ജപിക്കേണ്ടത്. നരസിംഹമൂർത്തിയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. നമ്മുടെ സകല ദോഷങ്ങളും മാറുന്ന മന്ത്രമാണിത്. ഹ്രീം ക്ഷൈം റൈം ഹ്രീം ഓം ക്ഷൈം ഓം. ഇതാണ് മന്ത്രം. ഹ്രീം ക്ഷ റൈം ഹ്രീം ഓം ക്ഷൈം ഓം. ഈ മന്ത്രം നിങ്ങൾ നിത്യവും കുട്ടികളെ കാണിപ്പോൾ അങ്ങനെ ബാധാദോഷം ഉള്ളെങ്കിൽ നരസിംഹമൂർത്തിയെ നമ്മൾ മനസ്സിൽ കാണുക, മടിയിൽ പിടിച്ചിരുത്തി തലയിൽ കൈവച്ചിട്ട് ഈ മന്ത്രം നിങ്ങൾ 108 ഒരു എല്ലാ ദിവസവും ജപിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടെങ്കിൽ അക്ഷരത്തെറ്റില്ലാണ്ട് ഇത് എഴുതിയെടുത്ത് ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമായിട്ട് വരുന്നതാണ്. ബാധാദോഷങ്ങളൊക്കെ മാറാനായിട്ട് നല്ല മന്ത്രമാണിത്.